യെസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥിലാമിസാണ്. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഇന്നലെ 2 ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഈ സമയം കൊണ്ട് തന്നെ റിവിഷനൊക്കെ അടിപൊളിയായിട്ട് നടത്തുന്നുണ്ട് എന്ന് മിസ് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ പ്രോമിസ് ചെയ്ത പോലെ തന്നെ നമ്മൾ പഠിച്ച ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏകദേശം ഒരു 8 മാർക്കിനോളം വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് ആറ്റം ഇസ് 16 ആൻഡ് ദ മാസ് നമ്പർ ഇസ് 32. ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ 16 ആണ്, മാസ് നമ്പർ 32 ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദിസ് ആറ്റം? സിമ്പിൾ ആണ്. ഈ ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇറങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയണം. അപ്പം നോക്കിക്കേ, എങ്ങനെയായിരിക്കാം നമ്മൾ ഈ ഒരു ആറ്റത്തെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നെ. എങ്ങനെ നമുക്കിതിനെ റെപ്രസെന്റ് ചെയ്യാം? ഇപ്പം എക്സ് എന്ന് പറയുന്ന ഈ ഒരു ആറ്റം, എക്സ് എന്ന് പറയുന്ന ഒരു സിമ്പിളാണ്. സിമ്പിൾ ഇസ് നോട്ട് റിയൽ. ഓക്കെ, സിമ്പിൾ യാഥാർത്ഥ്യമല്ല എന്ന കാര്യം മനസ്സിലാക്കുക. എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ, മാസ് നമ്പർ എഴുതുക? താഴെ എഴുതുന്ന നമ്പറാണ് അറ്റോമിക് നമ്പർ അല്ലേ? സോ 16 താഴെ എഴുതി. ഇനി മേലെ എഴുതുന്ന നമ്പറാണ് മാസ് നമ്പർ. സോ 32 ഞാൻ മേലെ എഴുതി. ഓക്കെ, ഇതായിരിക്കും ഈ ഒരു ആറ്റത്തിന്റെ സിമ്പിൾ അല്ലെങ്കിൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി പറ മക്കളെ, അറ്റോമിക് നമ്പർ 16 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അല്ലെ? പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അപ്പൊ അറ്റോമിക് നമ്പർ 16 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞേ, അറ്റോമിക് നമ്പർ 16 ആണെങ്കിൽ ഈ ആറ്റത്തിന്റെ കയ്യിൽ 16 പ്രോട്ടോൺ ഉണ്ടാവും. 16 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണവും ഈക്വൽ ആണ്, തുല്യമാണ് അല്ലെ? അപ്പൊ 16 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പറയാം 16 ഇലക്ട്രോണുകളും ഉണ്ടാകും. ശരിയല്ലേ? ഇനി ന്യൂട്രോണുകൾ എങ്ങനെയാ കണ്ടെത്താ? ന്യൂട്രോണുകളെ കണ്ടെത്താൻ നമ്മുടെ കയ്യിൽ ഒരു മാജിക് നമ്പർ ഉണ്ട്, ഇക്വേഷൻ ഉണ്ട് അല്ലേ? ഏതാ നമ്മുടെ മാജിക് ഇക്വേഷൻ? A - Z. A എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ, Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ അല്ലേ? അപ്പോൾ മാസ് നമ്പർ ഇവിടെ 32 ആണ്, അറ്റോമിക് നമ്പർ ഇവിടെ 16 ആണ്. സോ 32 - 16 നമുക്ക് എത്ര കിട്ടും? 16 എന്ന് കിട്ടും. അപ്പൊ ഈ ആറ്റത്തിലെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ഇവരുടെ എല്ലാവരുടെയും എണ്ണം 16 ആണ് എന്ന് മനസ്സിലാക്കാം. എല്ലാവർക്കും ഇത് കിട്ടിയോ? വെരി ഗുഡ്. അടുത്തത്, റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം, ഓരോ ഷെല്ലിലുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇലക്ട്രോണുകളെ കൊടുക്കണം. സോ നമ്മുടെ കയ്യിലുള്ളത് 16 ഇലക്ട്രോൺ ആണ്. K, L, M, N ഇങ്ങനെ നമ്മുടെ ഷെല്ലുകൾ ഇരിക്കുകയാണ്. സോ K ഷെല്ലിൽ മാക്സിമം നമുക്ക് എത്ര ഇലക്ട്രോൺസിനെ കൊടുക്കാം? നമ്മുടെ കയ്യിലുള്ള 16 ഇലക്ട്രോണിൽ മാക്സിമം 2 ഇലക്ട്രോണിനെയാണ് K ഷെല്ലിൽ കൊടുക്കുക. ഇനി നമുക്ക് L ഷെല്ലിലേക്ക് പോവാം. L ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസാണ് കയറുക? L ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസിനെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. ഇപ്പം നമ്മുടെ കയ്യിൽ 16 ആയിരുന്നു, ഇപ്പം 2 ഓൾറെഡി കേക്ക് കൊടുത്തു, ഇനി മിച്ചമുള്ളത് 14 ആണ്. ഈ 14 ഇലക്ട്രോണിൽ എത്രണത്തെയാ? 8 എണ്ണത്തെ നമ്മൾ L ഷെല്ലിന് കൊടുക്കുന്നു. ഇനി എത്ര എണ്ണം മിച്ചമുണ്ട്? ഇപ്പം 10 എണ്ണം കഴിഞ്ഞു, ഇനി 6 എണ്ണം ബാക്കിയുണ്ട് അല്ലേ? ഈ 6 ഇലക്ട്രോണുമായിട്ട് നമുക്ക് മൂന്നാമത്തെ ഷെല്ലായിട്ടുള്ള M ഷെല്ലിലേക്ക് പോകാം. M ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ കൊടുക്കാം? M ഷെല്ലിൽ മാക്സിമം 18 കൊടുക്കാം. അപ്പം നമ്മുടെ കയ്യിൽ 6 അല്ലേ ഉള്ളൂ. ഈ 6 എണ്ണത്തെ നമുക്ക് M ഷെല്ലിന് കൊടുക്കാം. സോ 2, 8, 6 ആയിരിക്കും ഇയാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. സിമ്പിൾ. ഇനി ഡ്രോ ദി ഓർബിറ്റൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഓർബിറ്റൽ ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഓർബിറ്റൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നല്ല ഒരു കോമ്പസും പെൻസിലും എടുക്കുക. എന്നിട്ട് കൃത്യമായിട്ട് നമുക്കിങ്ങനെ സർക്കിൾസ് വരച്ചു തുടങ്ങാം അല്ലേ? ആദ്യം നമുക്ക് ന്യൂക്ലിയസ് വരയ്ക്കാം. ഓക്കെ, അതിനുശേഷം സർക്കിൾ ആയില്ലല്ലോ മക്കളെ. ഓക്കെ, ആദ്യം ന്യൂക്ലിയസ് വരച്ചു. ഇനി ഇവിടെ നോക്ക്, 3 ഷെല്ലുകളിലാണ് ഇലക്ട്രോൺ ഉള്ളത്. സോ 3 സർക്കിൾ വരച്ചാൽ മതി അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിനെ വരയ്ക്കാം, ഡൺ. രണ്ടാമത്തെ ഷെല്ലിനെ വരയ്ക്കാം, ഡൺ. മൂന്നാമത്തെ ഷെല്ലിനെയും വരയ്ക്കാം, ഡബിൾ. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ഏറ്റവും താഴെയായിട്ട് ഇയാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കൊടുക്കുക അല്ലേ? എത്രയാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 2, 8, 6. ഇതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരെയൊക്കെ ഉള്ളത്? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണുകളും ഉണ്ട്. നമ്മൾ അവരെ എഴുതി കാണിക്കണ്ടേ? എത്ര പ്രോട്ടോൺ ഈ ആറ്റത്തിന്റെ കയ്യിലുള്ളത്? പ്രോട്ടോൺ 16, ന്യൂട്രോൺ 16, ഇലക്ട്രോണും 16. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ 16 പ്രോട്ടോണും
16 ന്യൂട്രോണും ഉണ്ട് എന്ന് എഴുതി കൊടുത്തു. ഇനി ഇലക്ട്രോണുകളെ വരയ്ക്കാം. ഇലക്ട്രോണുകളെ നമ്മൾ ഡോട്ട് ആയിട്ടാണ് വരയ്ക്കുക അല്ലേ. ഒന്നാമത്തെ ഷെല്ലിലുള്ളത് 2 ഇലക്ട്രോൺ ആണ്. സോ ഞാൻ 2 ഡോട്ട് ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കുന്നു. രണ്ടാമത്തെ ഷെല്ലിലുള്ളത് 8 ഇലക്ട്രോൺ ആണ്. സോ 8 ഡോട്ട് വരയ്ക്കണം. വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? എപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. സോ 1 2 3 4 5 6 7 8. സിമ്പിൾ അല്ലേ. ഇനി മൂന്നാമത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. സോ 6 ഡോട്ട് വരയ്ക്കാം. 1 2 3 4 5 6. ഓക്കെ, സെറ്റ് അല്ലേ. നമ്മുടെ ഓർബിറ്റൽ ഇലക്ട്രോൺ ഡയഗ്രാം അടിപൊളിയായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോ, ഇതൊരു 4 മാർക്കിനോളം വരുന്നൊരു ചോദ്യമാണ്. നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സോ എല്ലാവർക്കും ഇത് കിട്ടിയെങ്കിൽ എല്ലാവരും സ്വന്തം നെഞ്ചിൽ കൈവച്ചിട്ട് പറയോ ഞാൻ അടിപൊളിയാണ്, എനിക്കിത് കിട്ടുന്നുണ്ട് എന്ന് പറയാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Electrons are present in the K, L, M and M shell of an atom. അപ്പോൾ ഒരു ആറ്റം ഉണ്ട്. ആറ്റത്തിന്റെ കയ്യിൽ, ഈ ആറ്റത്തിന്റെ കയ്യിൽ 3 ഷെല്ലുകളിലായിട്ടാണ് K, L, M. ഈ 3 ഷെല്ലുകളിലായിട്ടാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വിച്ച് ഓഫ് ദീസ് ഷെൽ ഹാസ് ദ ഹയസ്റ്റ് എനർജി? ഈ ഷെല്ലുകളിൽ ഏറ്റവും ഊർജം കൂടിയത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെ നമ്മുടെ ന്യൂക്ലിയസ് ഇരിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം ഇങ്ങനെ കൂടിക്കൂടി വരുന്തോറും ഷെല്ലുകളുടെ എനർജി കൂടിക്കൂടി വരികയാണ് ചെയ്യുക അല്ലേ. അപ്പൊ ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഷെല്ലിനാണ് ഏറ്റവും എനർജി കുറവ് അല്ലെ. ന്യൂക്ലിയസിൽ നിന്ന് ഏറ്റവും ദൂരത്തിരിക്കുന്ന ആൾക്ക് ഏറ്റവും ഊർജം കൂടുതൽ. സോ ഇവിടെ ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തിരിക്കുന്ന കെ ഷെല്ലിന് ഏറ്റവും എനർജി കുറവ്, ന്യൂക്ലിയസിൽ നിന്ന് ഏറ്റവും ദൂരെയായിട്ട് അകന്നിരിക്കുന്ന നമ്മുടെ എം ഷെല്ലിന് ഏറ്റവും എനർജി കൂടുതലായിരിക്കും. അപ്പൊ ഹയസ്റ്റ് എനർജി ഉള്ളത് ഇവിടെ എം ഷെല്ലിനാണ്. ശരിയാണോ? ഊർജം ഏറ്റവും കൂടിയത് നമ്മുടെ എം ഷെല്ലിലാണ് എന്ന് നമുക്ക് പറയാം. ഇനി ഇഫ് എം ഷെൽ കണ്ടെയ്ൻസ് ഓൺലി 3 ഇലക്ട്രോൺസ് റൈറ്റ് ദി അറ്റോമിക് നമ്പർ ഓഫ് ദിസ് ആറ്റം. ഈ ആറ്റത്തിന്റെ എം ഷെല്ലുകളിൽ 3 ഇലക്ട്രോണുകളാണ് ഉള്ളതെങ്കിൽ അറ്റോമിക് നമ്പർ കണ്ടെത്തുക. അപ്പൊ എങ്ങനെയാ വരാ? ഇതേ പാറ്റേൺ ഞാൻ നിങ്ങൾക്ക് ഇന്നലെ പഠിപ്പിച്ചു തന്നതാണ് അല്ലേ. നോക്കിക്കേ മക്കള്. യെസ്, ഒന്ന് നോക്കിക്കേ. കെ എൽ എം ഈ 3 ഷെല്ലുകളാണ് ആറ്റത്തിന്റെ കയ്യിലുള്ളത്. ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? എം ഷെല്ലിൽ 3 ഇലക്ട്രോണുകളാണ്. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് നമ്പർ കണ്ടെത്തണം. അപ്പൊ അറ്റോമിക് നമ്പർ കണ്ടെത്തണമെങ്കിൽ ടോട്ടൽ പ്രോട്ടോണുകളുടെ എണ്ണം നമുക്ക് വേണം. പ്രോട്ടോണുകളുടെ എണ്ണം നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടിയാൽ മതി. കാര്യം പ്രോട്ടോണും ഇലക്ട്രോണും സെയിം ആണ്. അപ്പൊ ഇലക്ട്രോണുകളുടെ ടോട്ടൽ എണ്ണം കിട്ടണമെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി കൊടുക്കണം അല്ലെ. സോ ഇവിടെ നോക്ക്, കെ ഷെല്ലിൽ ആദ്യം നമുക്കറിയാം 2 ഇലക്ട്രോൺസ് കയറിയിട്ടുണ്ടാവും. എന്നിട്ടല്ലേ എൽ ഷെല്ലിലേക്ക് പോകൂ. എൽ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസ് കയറിയിട്ടുണ്ടാവും. എന്നാലല്ലേ മിച്ചമുള്ള 3 ഇലക്ട്രോൺ ആയിട്ട് എം ഷെല്ലിലേക്ക് പോവുകയുള്ളൂ. അപ്പൊ 2 8 3 ആണ് ഇവിടുത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇങ്ങനെ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നൊന്ന് പറഞ്ഞു എന്റെ കുഞ്ഞുങ്ങളെ. ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രോണുകൾ എത്രയാ? ഒന്ന് കൂട്ടി നോക്ക്. 2 + 8 + 3 13 എന്ന് കിട്ടും. അപ്പൊ 13 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ഈ ആറ്റത്തിന്റെ കയ്യിൽ 13 പ്രോട്ടോൺ ഉണ്ടാവും അല്ലെ. കാരണം പ്രോട്ടോണും ഇലക്ട്രോണും സെയിം ആണ്. 13 പ്രോട്ടോണുകൾ ഉണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ആറ്റത്തിന്റെ Z അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അല്ലെ. പ്രോട്ടോണുകളുടെ എണ്ണമല്ലേ അറ്റോമിക് നമ്പർ. അപ്പൊ നമുക്ക് പറയാം ഈ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 13 ആണ്. സിമ്പിൾ. അടുത്തത്, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദിസ് ആറ്റം? ഈ ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര ഇലക്ട്രോൺ ഉണ്ട്? 13 ഇലക്ട്രോൺ ഉണ്ട്. 13 ഇലക്ട്രോൺ ഉണ്ട്, 13 പ്രോട്ടോണും ഉണ്ട്. ഇനി ഇഫ് ദ ന്യൂക്ലിയസ് കണ്ടെയ്ൻസ് 16 ന്യൂട്രോൺസ് വാട്ട് ഈസ് ഇറ്റ്സ് മാസ് നമ്പർ? മക്കൾ, ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ 16 നോക്ക് ന്യൂട്രോണുകളാണ് ഉള്ളതെങ്കിൽ അതിന്റെ മാസ് നമ്പർ എത്ര? നോക്കിക്കേ. അതായത് എന്താ ഇവർ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു ആറ്റത്തെ നമുക്ക് വരച്ചു നോക്കാം അല്ലെ. സോറി, ഇതാണ് നമ്മുടെ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എങ്കിൽ ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ഇപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 13 പ്രോട്ടോണുകൾ ഉണ്ട്. ഇപ്പൊ ചോദ്യത്തിൽ പറയുന്നു ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ 16 ന്യൂട്രോണുകളും ഉണ്ട് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മാസ് നമ്പർ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അറ്റോമിക് നമ്പർ എത്രയായിരുന്നു? പ്രോട്ടോണുകളുടെ എണ്ണം 13 തന്നെയാണ്. ഇനി മാസ് നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ P+N ആണ് അല്ലെ. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം കൂട്ടിയാൽ കിട്ടുന്ന ആളാണ് മാസ് നമ്പർ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ആറ്റത്തിലെ ന്യൂക്ലിയോൺസിന്റെ എണ്ണമാണെന്ന് പറയാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, 13 പ്രോട്ടോൺ ഉണ്ട്, ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 16 ന്യൂട്രോൺ ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മാസ് നമ്പർ എത്രയായിരിക്കും? 13 + 16 29 എന്ന് കിട്ടും.
സിമ്പിൾ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? സോ ഈ ഒരു ആറ്റം എക്സ് എന്നാണെങ്കിൽ 13 അറ്റോമിക് നമ്പർ, 29 മാസ് നമ്പർ വരിക. ഈ ആറ്റത്തിന്റെ കയ്യിൽ 13 പ്രോട്ടോൺ ഉണ്ട്, 13 ഇലക്ട്രോൺ ഉണ്ട്, അതേപോലെ 16 ന്യൂട്രോൺസും ഉണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2, 8, 3 ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും ഈ ഒരു ആറ്റത്തിന്റെ ഓർബിറ്റൽ ഡയഗ്രാം ഒന്ന് സ്വന്തമായിട്ട് വരയ്ക്കണം. ഓർബിറ്റൽ ഡയഗ്രാം വരച്ചിട്ട് നിങ്ങൾ എല്ലാവരും താഴെ വരച്ചതിന് ശേഷം യെസ് ഞാൻ വരച്ചു എന്ന് കമന്റ് ചെയ്യുക. അതേപോലെ ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നെഞ്ചിൽ കൈവച്ച് പറയണം ഞാൻ അടിപൊളിയാണ് എന്ന് പറയാ. സോ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് ആണെങ്കിൽ ചക്കര മക്കള് നല്ല ചിരിച്ചോണ്ട് സ്മൈലി ഇത് ചെയ്തുകൊണ്ട് ഒരു ചിരിക്കുന്ന സ്മൈലിയും ഒരു പിങ്ക് ഹാർട്ട് ഇടുക. അതേപോലെ വരച്ചതിന് ശേഷം വരച്ചു എന്നും കമന്റ് ചെയ്യുക. കൃത്യമായിട്ട് വരയ്ക്കണം. ഓക്കെ, മറക്കരുത്. സോ നമുക്കിനി ലൈവിൽ കാണാം. ബൈ.